പതിവില്ലാത്ത തീയും പൊക്കെയൊക്കെ കണ്ടിട്ട് ഒരാളുണ്ട് എൻ്റെ സൈഡിൽ വന്നിരിക്കുന്നത്. ഇതെന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാതെ. ഇന്നലെ അഴീക്കൽ ബീച്ചിൽ പോയിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് മീനും വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ ഓൾറെഡി ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. എന്നാൽ പിന്നെ അതങ്ങോട്ട് ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ച്. ഇപ്പുറത്തൊരാൾ ചിരട്ടിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് തീ പിടിപ്പിക്കുന്ന സമയം അപ്പുറത്തൊരാൾ ഇലയൊക്കെ വെട്ടി വന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഫിഷ് പൊതിഞ്ഞ് വെക്കണം. അങ്ങനെ ആദ്യം ഇലയിൽ പൊതിഞ്ഞ് സെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ ഫോയിൽ പേപ്പർ വെച്ച് ഒന്നുകൂടി പൊതിഞ്ഞു കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തുനിന്ന് ചാർക്കോളൊക്കെ ഇട്ടിട്ട് കനൽ സെറ്റാക്കി എടുക്കുന്നു. അങ്ങനെ അടുത്ത മീനും റാപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ കനലിലോട്ട് കൊണ്ടുവച്ചിടാം. ഇതിന്റെ കൂടെ കുറച്ച് ഞണ്ടും ചെമ്മീനും കൂന്തളും ഉണ്ടായിരുന്നു. ഞണ്ടും ചെമ്മീനും ഓൾറെഡി കറിയാക്കി. കൂന്തൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു. നേരത്തെ തീയൊക്കെ ഇടുന്ന കണ്ടിട്ട് മൂപ്പര് തിരിച്ചങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മീനിന്റെ സ്മെല്ല് അടിച്ചപ്പോൾ മെല്ലെ വന്നു നോക്കി, എവിടുന്നോ മണം അടിക്കുന്നുണ്ടല്ലോ എന്ന്. ഏന്തി വലിഞ്ഞൊക്കെ അതിൻ്റെ അടുത്ത് പോയി നോക്കുന്നുണ്ട്. നിതിൻ ജ്യൂസ് വന്നാൽ എല്ലാം ശരിയാവുന്നല്ലേ പറയാം. കനലിൽ മെല്ലെ കെട്ടുപോയിട്ടുണ്ടായിരുന്നു. നിതിൻ ജ്യൂസ് വന്നിട്ട് സെറ്റായി കൊടുത്തിട്ടുണ്ട്. പിറകെ തന്നെ വേറൊരാളും വന്നിട്ടുണ്ട്. എവിടെ വരെ ആയി എന്നറിയാം. അങ്ങനെ ഇതിപ്പെങ്ങാനാവോ എന്ന് ആലോചിച്ച് ഞാനും ഷുട്ടനും സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവസാനം മീനായി കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട്. പക്ഷെ പുറത്താ വിചാരിച്ച പോലെ അങ്ങോട്ട് ആയി കിട്ടിയില്ല. ആ ഒരു കാര്യത്തിൽ ചെറുതായിട്ട് ഫ്ലോപ്പായിപ്പോയി. ഞാൻ വിടുവോ, അടുപ്പിൽ വെച്ച് പൊരിച്ചിങ്ങോട്ടെടുത്തു.